ഹായ് കൂട്ടുകാരെ, എൻ്റെ നന്മ വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വയ്ക്കാൻ പോണത് പരിപ്പ് പായസമാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ 250 പരിപ്പും 1/2 കിലോ ശർക്കരയും പിന്നെ 2 നാളികേരും പിന്നെ നമ്മൾ എല്ലാവരും കൂട്ടണ പോലെ തന്നെ നെയ്യ്, അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഏലക്കായ അങ്ങനെയൊക്കെ. അപ്പോൾ കൂടെ അമ്മയുണ്ട് കേട്ടോ കൂടെ. അപ്പോൾ ഇന്ന് ചായ ഒന്നും വെക്കണില്ല, അപ്പോൾ ഇന്ന് പായസമാണ് ഉണ്ടാക്കണത്. അപ്പോൾ അതിനുള്ള സമയം തന്നെ ഉള്ളൂ. ഇപ്പോൾ രാത്രി സമയം ഒരു 6:30-7 മണി ആവാറായിട്ടുണ്ട് കേട്ടോ. ആദ്യം നാളികേരമൊക്കെ ഒന്ന് ഉടച്ചു, അതിൻ്റെ വെള്ളമൊക്കെ കുറച്ച് കുടിച്ചു. നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. വെള്ളമൊക്കെ കുടിച്ചു. പിന്നെ നല്ല മൂത്ത നാളികേരം കടന്നു, അതുകൊണ്ട് നല്ല വലിപ്പം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് 2 നാളികേരം എടുത്തത്. എന്നാലും 4 പരിപ്പിലേക്ക് 2 നാളികേരക്ക് ഇഷ്ടം പോലെ മതി കേട്ടോ. പിന്നെ പരിപ്പ് ഞാൻ കുക്കറിലാണ് വെച്ചത്. അപ്പോൾ 250 പരിപ്പിലേക്ക് 3 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചത്. 3 ഗ്ലാസ് വെള്ളം എന്ന് പറഞ്ഞാൽ നാഴി കണക്കാക്കണം കേട്ടോ. അതുകൊണ്ട് അങ്ങനെ ഞാൻ 3 ഗ്ലാസ് വെള്ളമാണ് പരിപ്പ് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചത്. അപ്പോൾ അധിക സമയമൊന്നും വേണ്ടി വന്നില്ല, ആകെ ഒരു മണിക്കൂറേ വേണ്ടി വന്നുള്ളൂ കേട്ടോ. വേഗം നാളികേരമൊക്കെ ഇങ്ങനെ പടപടാന്ന് ചിരകി, എന്നിട്ട് നാളികേരം പാലൊക്കെ പിഴിഞ്ഞിട്ട് 1-ാം പാലും മാറ്റി വെച്ചു, 2-ാം പാലും മാറ്റി വെച്ചു കേട്ടോ. അങ്ങനെ പരിപ്പ് ഒക്കെ കുക്കറിൽ നന്നായിട്ട് വെന്ത് ഉടഞ്ഞു കേട്ടോ. ഇത്ര വേവേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് പരിപ്പ് വെന്ത ശേഷം ശർക്കര ഒഴിച്ചു. ശർക്കര ഒഴിച്ച ശേഷമാണ് ചുക്കുപൊടിയും ജീരകം ഉണ്ടായിരുന്നു കേട്ടോ. അത് കുറച്ച് പൊടിച്ചിട്ട് നല്ല മണത്തിന് വേണ്ടിയിട്ടാണ്. അത് വേണ്ടവർ ഇട്ടാൽ മതി കേട്ടോ. അങ്ങനെ പരിപ്പിലേക്ക് ശർക്കര ഇട്ടു. ശർക്കര കഴിഞ്ഞിട്ട് ചുക്കും ജീരകം പൊടിച്ചിട്ടു. അത് കഴിഞ്ഞിട്ട് 2-ാം പാലാണ് ഞാൻ ഒഴിച്ചത് കേട്ടോ. 2-ാം പാൽ ഒഴിക്കുമ്പോൾ തീയൊക്കെ നന്നായിട്ട് കുറച്ചിട്ടാണ് ഞാൻ ഒഴിച്ചത്. തിളയ്ക്കുമ്പോൾ തന്നെ ഒഴിക്കരുത്, അത് പാൽ പിരിയാൻ സാധ്യത ഉണ്ട്. ഞാൻ 2 വട്ടം ഉണ്ടാക്കിയപ്പോൾ എനിക്ക് കുറച്ചൊരു അബദ്ധമൊക്കെ പറ്റിയിട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്, ഒരു ലേശം ഉപ്പ് ഒന്നിട്ടു. അപ്പോഴേക്കും ഞാൻ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ അവിടെ ശരിയാക്കി വെച്ചിട്ടുണ്ട് ഇതിലൊഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മെല്ലെ ഇറക്കി വെച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ 1-ാം പാൽ ഒഴിച്ചത്. 1-ാം പാൽ ഒഴിച്ചിട്ട് തിളപ്പിച്ചൊന്നുമില്ല, ഒന്ന് ആ ചൂടോട് കൂടെ കുറച്ച് നേരം ഇങ്ങനെ വഴറ്റിക്കൊണ്ടിരുന്നു. പിന്നെ ആ ചൂടോട് കൂടെ നെയ്യും പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഏലക്കായൊക്കെ കൂടിയിട്ട് അതും കൂടി ഒഴിച്ചു. ഇനി എന്തായാലും നന്നായിട്ട് കട്ടാകാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നേരം അവിടെ വെച്ചു കേട്ടോ. പിന്നെ വിജയേട്ടന് ഒരു ഗ്ലാസ് കൊടുത്തു പായസം. അപ്പോൾ ഇനി അമ്മായിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. അമ്മായിക്കും കുറച്ച് പായസമൊക്കെ കൊടുക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ പായസം കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനും അമ്മയും കൂടിയും പോവുകയാണ്. ആ സമയം 8:30 ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അമ്മായിയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അവർ സീരിയൽ കാണായിരുന്നു. അമ്മായിക്ക് പിന്നെ ചെറിയൊരു പനിയായ കാരണം അമ്മായി അവിടെ മൂടി പുറച്ച് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ മറ്റേ 2 അമ്മായിമാരാണ് ഇവിടെ ഉള്ളത്. മോള് ഇവിടെ ഇല്ല, മോള് വന്നിട്ടില്ല, ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ രാത്രി കിടക്കാനായിട്ട് അമ്മ തൽക്കാലം പോവുകയാണ്. 3-4 ദിവസമായി ഇപ്പോൾ അമ്മ ഇവിടെയാണ് കിടക്കുന്നത്, തറവാട്ടിൽ. അതായത് തറവാട്ടിലാണ് ഇപ്പോൾ ഉള്ളത് അമ്മ. അപ്പോൾ അമ്മായിക്ക് പനിയായ കാരണം ഹോട്ട്സ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അമ്മായിക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഞാനും അമ്മായിയെ സഹായിച്ചു കേട്ടോ. അമ്മായിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനും സഹായിച്ചു. അളവും കാര്യങ്ങളൊക്കെ അമ്മായിക്ക് അറിയാം. ഞാൻ പറഞ്ഞില്ലേ, കാഴ്ചയില്ലെങ്കിൽ പോലും അവർ നന്നായിട്ട് എല്ലാം പാചകം ചെയ്യാനൊക്കെ എല്ലാ കാര്യങ്ങളും അവർ തന്നെയാണ് ചെയ്യാറ്. അതവർക്ക് ശീലമായ കാരണം ഒന്നും പേടിക്കാനൊന്നുമില്ല. ആദ്യമൊക്കെ അമ്മായിമാർ എത്ര ആൾക്കാർ വന്നാലും അത് അവർക്കൊക്കെ ഭക്ഷണം വിളമ്പി കൊടുക്കാനും ഉണ്ടാക്കാനൊക്കെ ഒറ്റയ്ക്ക് മതി കേട്ടോ. ഇപ്പോൾ വയ്യാത്ത കാരണമാണ് ഇപ്പോൾ അങ്ങനെ ഒന്നും പറ്റാത്തത്.
അപ്പോൾ ഇന്നത്തെ പിറന്നാൾ ഒരു 3-4 പിറന്നാളൊക്കെ കഴിഞ്ഞു കേട്ടോ. 3-4 പിറന്നാൾ എൻ്റെ നാത്തൂൻ്റെ മോളുടെ കുട്ടിയുടെ പിറന്നാൾ കഴിഞ്ഞു. അതേപോലെ അവർക്ക് വേണ്ടിയിട്ടൊക്കെയാണ് ഇപ്പോൾ ഞാൻ ഇന്നത്തെ ഒരു പായസം വെക്കാൻ പോകണമെന്ന് എല്ലാവരും വിചാരിച്ചു കേട്ടോ, കുടിക്കുന്നതൊക്കെ. അതേപോലെ ബിന്ദു ചേച്ചി, നിത്യ, പിന്നെ ഇക്കൂസ്, അതേപോലെ നമ്മുടെ ബിന്ദു എൻ്റെ കുട്ടിച്ചിൻ്റെ മകളാണ്, പിന്നെ ചിന്നമണി അമ്മായി, പിന്നെ അച്ഛൻ്റെ പെങ്ങളാണ്, പിന്നെ അതേപോലെ സ്നേഹ ഈ അമ്മായിയുടെ മോളാണ്. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ഈ 3-4 ദിവസത്തിനുള്ളിലാണ് കഴിഞ്ഞത് കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇന്ന് പായസം വെച്ചിരിക്കുന്നത്. അപ്പോൾ നാളികേരം ഇവിടെ ഇരിക്കണ്ടായിരുന്നു പൊതിച്ചതൊക്കെ. അപ്പോൾ പിന്നെ പായസം വെക്കാനൊക്കെ എളുപ്പമല്ലേ. പിന്നെ മഴയായ കാരണം എല്ലാവരും ഇങ്ങനെ ഇരിക്കുകയല്ലേ, പണിക്കൊന്നും പോവാതെ ഇരിക്കുകയാണ്. അപ്പോൾ അവർക്കൊക്കെ എന്തായാലും പായസം വെച്ച് കൊടുക്കുക. പിന്നെ നമ്മുടെ ഒരുപാട് ബർത്ത്ഡേയും കഴിഞ്ഞല്ലോ. അപ്പോൾ എല്ലാവർക്കും ബർത്ത്ഡേ പറയാൻ വേണ്ടിയിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ എടുത്ത് പറയണത്. ഇപ്പം നമ്മുടെ ചാനലിലൂടെ ഞാൻ ആരുടെയും പിറന്നാളുണ്ടെങ്കിൽ പറഞ്ഞു കേട്ടോ. നമ്മുടെ ഈ വീഡിയോ കൂടെ ഞാൻ പറയാം. സുജിതനെ, പിന്നെ സുജിത പറഞ്ഞാൽ കുട്ടുന്നാണ് വിളിക്കുക, അവളുടെ കുട്ടിയുടെ, പിന്നെ നിത്യ, ബിന്ദു, ഇക്കൂസ്, സ്നേഹ, ബിന്ദു, പിന്നെ ചിന്നമണി അമ്മായി, അവർക്കൊക്കെ വേണ്ടിയിട്ട് പിറന്നാൾ ആശംസകൾ ഞാൻ നേരെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പായസമൊക്കെ കുടിച്ച് ഞങ്ങൾ വയറ് നിറച്ചിരിക്കുകയാണ്. അമ്മായിമാരും കുടിച്ചു. അപ്പോൾ ഇനി ഞാൻ കഴിയാറായി കേട്ടോ, വീഡിയോ അവസാനിക്കാറായേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കണം. അതുപോലെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യണം കേട്ടോ. അപ്പോൾ അമ്മായി പായസം അധികം കുടിച്ചില്ല കേട്ടോ. കുറച്ച് ഷുഗറുള്ള കാരണം അമ്മായിക്ക് വയ്യ. അപ്പോൾ പനിയുള്ള വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ, ചെറിയ പനിയായിട്ടൊരു കുഴപ്പം തന്നെയുള്ള അമ്മായിക്ക്. അപ്പോൾ അമ്മയുടെ അസുഖങ്ങളും വേഗം മാറാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ കൂട്ടുകാരെ, നാളെ കാണാം കേട്ടോ അടുത്ത വീഡിയോ ആയിട്ട്. ഓക്കേ.